ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC ഓൺ ദ റോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനത്തെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ പറ്റിയും അയ്യങ്കാളിയെ പറ്റിയും. അതുപോലെ തന്നെ അവരുടെ സമകാലികനും അവരുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും കുറിച്ചുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ക്ലാസ് ഇതുവരെ കണ്ടില്ലെങ്കിൽ ദയവേത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് മാസം 25-നാണ്. 1853 ഓഗസ്റ്റ് 25-നാണ് ആര് ജനിച്ചത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ് 1853 ഓഗസ്റ്റ് 25-ന് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് വാസുദേവൻ നമ്പൂതിരി, അമ്മയുടെ പേര് നങ്ങേമ പിള്ള. അച്ഛന്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മയുടെ പേര് നങ്ങേമ പിള്ള. യഥാർത്ഥ പേര് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നുവെങ്കിലും കുഞ്ഞൻ എന്ന പേരിലായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അല്ലെങ്കിൽ ആ ഒരു പേരിട്ടാണ് കുഞ്ഞൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികൾ എല്ലാവരും വിളിച്ചിരുന്നത്. പിൽക്കാലത്ത് കുഞ്ഞൻ എന്നുള്ളത് കുഞ്ഞൻ പിള്ളയായി മാറി. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. പക്ഷെ എല്ലാവരും വിളിച്ചിരുന്ന പേരെന്ന് പറയുന്നത് കുഞ്ഞൻ എന്നാണ്. പിന്നീടാണ് അത് വിളിച്ച് എന്തായി, അത് കുഞ്ഞൻ പിള്ളയായി. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 25 അല്ലേ, ഓഗസ്റ്റ് 25-ആണ് അദ്ദേഹം ജനിച്ചത് നമ്മൾ പറഞ്ഞു. ആ ഓഗസ്റ്റ് 25-ആണ് ജീവകാരുണ്യ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലികനായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹചാരിയൊക്കെ ആയിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുരു, ചട്ടമ്പി സ്വാമികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചട്ടമ്പി സ്വാമികൾ സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം ജോലി അവസാനിപ്പിച്ച് ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചു. ആദ്യം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നീട് ആ സേവനമെല്ലാം നിർത്തിവെച്ച് സന്യാസം സ്വീകരിച്ചു. ഏത് പേരിൽ? ഷൺമുഖദാസൻ എന്ന പേരിൽ. ഇപ്പൊ ചട്ടമ്പി സ്വാമികളിൽ തന്നെ നമ്മൾ ഒരുപാട് പേര് പഠിച്ചു അല്ലേ. ഷൺമുഖദാസൻ എന്ന ഇപ്പൊ ഒരു പേര് പഠിച്ചു. നേരത്തെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്ന് പഠിച്ചു. എല്ലാവരും വിളിച്ചിരുന്ന പേര് കുഞ്ഞൻ എന്ന് പഠിച്ചു. കുഞ്ഞൻ എന്നുള്ളത് കുഞ്ഞൻ പിള്ള എന്നും വിളിച്ചിരുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഈ പേരിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ എന്ന് എല്ലാവരും ഓർത്തിരിക്കുക. പ്രധാന ശിഷ്യന്മാർ, ഇദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരായിരുന്നു ബോധേശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ. ബോധേശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ എന്നിവരാണ് അദ്ദേഹത്തിന്റെ ചട്ടമ്പി സ്വാമികൾ. ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിൽ പ്രധാന രണ്ട് ശിഷ്യന്മാരാണ് ആരൊക്കെ? ബോധേശ്വരനും പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹം മഹാജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിദ്യാധിരാജൻ എന്നും അറിയപ്പെട്ടിരുന്നു. എന്നുകൂടി ഓർത്തിരിക്കാം. നമ്മൾ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു. ഇനി 1892 സ്വാമി വിവേകാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തി. എറണാകുളത്ത് വെച്ചാണ് സ്വാമി വിവേകാനന്ദനുമായി ആര്? ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടുന്നത്. 1892 സ്വാമി വിവേകാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയത് എറണാകുളത്ത് വെച്ച്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. അപ്പൊ സ്വാമി വിവേകാനന്ദൻ ഈ കൂടിക്കാഴ്ചയെ കണ്ട ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ട ശേഷം സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇത്: മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന്. ഇനി മറ്റൊരു വചനം നോക്കാം. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ ആരെപ്പറ്റി പറഞ്ഞു? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് സ്വാമി വിവേകാനന്ദനെ പരാമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞ വാക്കുകളാണ് ഇത്. അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ എന്ന് പേര് കിട്ടുന്നത് എങ്ങനെയാ? നേരത്തെ പറഞ്ഞു അദ്ദേഹം പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ശിഷ്യനായിരുന്നു അല്ലെ.
അപ്പൊ അവിടെ ഒരു ക്ലാസ് ലീഡർ എന്ന സ്ഥാനത്ത് നിന്നിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളായിരുന്നു. അങ്ങനെയാണ് ചട്ടമ്പി എന്ന ഒരു പേര് കൂടി ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലാസ് മുറി നിയന്ത്രിച്ചിരുന്നത്, മോണിറ്റർ ചെയ്തിരുന്നത് ഒരു ക്ലാസ് ലീഡറുടെ സ്ഥാനം എന്ന് തന്നെ പറയാം. ഓക്കെ, ചെയ്തിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അങ്ങനെയാണ് ചട്ടമ്പി എന്ന ചട്ടമ്പി സ്വാമികൾ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഓർത്തിരിക്കുക. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഭേദാധികാര നിരൂപണം. ഓക്കെ, അവർണർക്കും, പണ്ട് കാലങ്ങളിൽ അവർണർക്ക് എന്തില്ല? വേദങ്ങൾ പഠിക്കുവാനോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലുമില്ല. അപ്പൊ പിന്നെ വേദങ്ങൾ പഠിക്കുന്ന കാര്യം പിന്നെ ചിന്തിക്കുക പോലും വേണ്ടല്ലോ. അപ്പൊ അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് വേദാധികാര നിരൂപണം. ഇനി ആ ഒരു പുസ്തകം വായിച്ച് തീ പോലുള്ള വാക്കുകൾ എന്ന് ആ ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തിനെ പരാമർശിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വേദാധികാര നിരൂപണം എന്ന പുസ്തകം വായിച്ച് അതിനെ തീ പോലുള്ള വാക്കുകൾ എന്ന് പരാമർശിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. നമ്മൾ ശ്രീനാരായണ ഗുരു പഠിച്ചപ്പോൾ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ജ്ഞാനം ലഭിച്ചത് എവിടെയാണ്? അത് പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് ആത്മീയ ജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. 1924 മെയ് 5 കൊല്ലം ജില്ലയിൽ വെച്ചാണ്, കൊല്ലം ജില്ലയിലെ പന്മന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹം സമാധിയാകുന്നത്. ഓക്കെ, 1924 മെയ് 5. ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ പ്രധാന ഡേറ്റുകളൊക്കെ. വർഷം മാത്രം പോരാ, മാസവും തീയതിയും എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ 1924 മെയ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ചാണ് അദ്ദേഹം സമാധിയാകുന്നത്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പന്മന. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും, ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് കെ മഹേശ്വരൻ നായരാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് കെ മഹേശ്വരൻ നായരാണ്. ഓക്കെ, പട്ടിസദ്യ സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. പട്ടിസദ്യ എന്നത് ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ സംഘടിപ്പിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണെന്ന് ഓർത്തിരിക്കുക. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തതും ആര് തന്നെയാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്, ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എഴുതിയെടുത്ത് ഓർത്തിരിക്കുക. ഏതാനും നമ്മുടെ PSCയുടെ രീതികൾ വെച്ചിട്ട് കുറച്ച് കൃതികൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയട്ടെ. അപ്പൊ കുറച്ചധികം കൃതികൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുറഞ്ഞ ഒരു 10 പഠിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ആ കൃതികൾ, പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്വൈത ചിന്ത പദ്ധതി, അദ്വൈത പഞ്ചരം, ബ്രഹ്മതത്വ നിർഭാസം, നിജാനന്ദ വിലാസം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, വേദാന്തസാരം, തമിഴകം, മോക്ഷപ്രദീപ ഖണ്ഡനം, പുനർജന്മ നിരൂപണം, തർക്ക രഹസ്യരത്നം, പ്രാചീന മലയാളം നമ്മൾ പറഞ്ഞു അല്ലേ, പ്രാചീന മലയാളം, ആദിഭാഷ, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം. ഓക്കെ, ഇത്രയും ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഒന്നുകൂടി പറയാം. അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, ബ്രഹ്മതത്വ നിർഭാസം, നിജാനന്ദ വിലാസം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, തമിഴകം, മോക്ഷപ്രദീപ ഖണ്ഡനം, പുനർജന്മ നിരൂപണം, തർക്കരഹസ്യ രത്നം, പ്രാചീന മലയാളം, ആദിഭാഷ, ക്രിസ്തുമത നിരൂപണം, ക്രിസ്തുമത ഛേദനം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. വളരെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പഠിച്ച മറ്റേ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വേദാധികാര നിരൂപണം
ആ ഒരു രചനയെക്കുറിച്ചുള്ളത്, പിന്നെ പട്ടുസദ്യ സംഘടിപ്പിച്ചത്, പിന്നെ അദ്ദേഹത്തിന്റെ ജനന മരണ തീയതികൾ, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്, ഷൺമുഖദാസൻ എന്ന പേരിൽ സന്യാസം സ്വീകരിച്ചത് എന്നിങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെയാണ് PSC കൂടുതൽ ആവർത്തിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല, എങ്കിലും ഉള്ള കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതെങ്കിലും മറ്റ് വിഷയങ്ങൾ, ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് അറിയിക്കുക. നമുക്ക് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.